നമസ്കാരം, വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ PP ദിവ്യ ഹൈക്കോടതിയിലേക്ക്. തനിക്കെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സമരം വിദ്യാർത്ഥികളുടെ നിരക്ക് വർധനവടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച്. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചൂഷണം തടയാൻ സർക്കാർ തലത്തിൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ. ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സന്തോഷ് കുമാർ. വാർത്തകൾ വിശദമായി. മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ PP ദിവ്യ ഹൈക്കോടതിയിലേക്ക്. തനിക്കെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ദിവ്യക്കെതിരായി ചുമത്തിയ കുറ്റം നിലനിൽക്കില്ലെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K വിശ്വൻ പറഞ്ഞു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് സാധൂകരിക്കുന്ന തെളിവുകളുണ്ടെന്നും അഡ്വക്കേറ്റ് വിശ്വൻ പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യ മാത്രമാണ് കുറ്റക്കാരിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ യാത്രയപ്പിൽ PP ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യാ പ്രേരണയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ലെന്ന് കലക്ടറേറ്റ് ജീവനക്കാരും മൊഴി നൽകി. ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല. കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവുമില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. PP ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരനെ ഏർപ്പാടാക്കിയത്. പരിപാടിക്ക് മുൻപ് ശേഷവും കലക്ടറെ ദിവ്യ വിളിച്ചിരുന്നു. ADM ആത്മഹത്യ ചെയ്തതിന് ശേഷവും ദിവ്യ കലക്ടറെ വിളിച്ചിരുന്നുവെന്നും മൊഴിയുണ്ട്. അതേസമയം തെറ്റുപറ്റിയതായി നവീൻ ബാബു പറഞ്ഞതായി കലക്ടർ അരുൺ K വിജയന്റെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട്. ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായിരുന്നുവെന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ ഉന്നയിച്ചത് PP ദിവ്യ ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് പ്രശാന്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. പ്രശാന്ത് ഈ കേസിൽ സാക്ഷിയാണ്. PP ദിവ്യയോട് അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രശാന്ത് തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ADM കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് വേട്ടയാടപ്പെടുകയാണ് PP ദിവ്യയുടെ അനുഭവം എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത്. ഇത് പൊതുസമൂഹം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ മന്ത്രി K രാജനോട് പറഞ്ഞിരുന്നതായും കലക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. യാത്രയപ്പിനെക്കുറിച്ചും ADM പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി K രാജനോട് പറഞ്ഞുവെന്നാണ് കലക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കലക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞുവെന്നാണ് കലക്ടർ മൊഴി നൽകിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഈ വിവരങ്ങൾ മന്ത്രി അറിയിച്ചുവെന്നാണ് കലക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. യാത്രയപ്പിന് ശേഷം PP ദിവ്യയും വിളിച്ചുവെന്നും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്നും ദിവ്യ പറഞ്ഞതായും കലക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ നിരക്ക് വർധനവടക്കമുള്ള പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തലശ്ശേരി മേഖലയിലെ മുഴുവൻ ബസ്സുകളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഈ മാസം 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസ് നിർത്തിവെക്കും. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന കരിനിയമം പിൻവലിക്കുക, ഈ ചലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല ബസ് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളുടെ മുഖ്യ ആവശ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധന സംബന്ധിച്ചാണ്. കഴിഞ്ഞ 14 വർഷമായി വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധനവ് കാലോചിതമായി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാറിപ്പാടുന്നു വരുന്ന സർക്കാരിനെയും മറ്റും ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രത്യക്ഷമായി പരോക്ഷമായി പല സമര പരിപാടികൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ എന്നിട്ടൊന്നും ഈ സർക്കാരിൻ്റെ കണ്ണു തുറന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാർത്ഥികളുടെ വാർഡ് വർദ്ധിച്ചിട്ട് കഴിഞ്ഞ 14 വർഷത്തോളം കേവലം ഇന്നും 1 രൂപ മാത്രം തന്നുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ചാർജ് നമ്മൾ ഈടാക്കുന്നത്. അവസാനമായി കഴിഞ്ഞ സൂചനാ നടത്തിയതിനു ശേഷം ചർച്ചയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിക്കണമെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിക്കണമെന്നുള്ളതാണ്. എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്
ഇവിടെ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും വിലവർധനവ് വന്നു കഴിഞ്ഞു. ഈ വിലവർധന വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ കൂടി ആലോചിച്ചിട്ടാണോ വന്നത് എന്നുള്ളത് ഞാനിവിടെ ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. കേരളത്തിൽ വന്നിട്ട് ഒരു മേഖലയിലും ഇല്ലാതെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കും ഒക്കെ തന്നെ അറിയാം. ഇവിടെ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാ മേഖലയും പ്രവർത്തിക്കുന്നതാണ്. അവരൊക്കെ തന്നെ വന്നിട്ട് എല്ലാവരും അല്ലെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തതും അതുപോലെ ഇവിടെയും ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണെന്നുള്ള അറിയാം. അത്തരം ആളുകൾക്കൊന്നും തന്നെ ഇതുപോലുള്ള ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാതെ കേരളത്തിലെ തൊഴിലാളികൾ മാത്രം തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ് പ്രൈവറ്റ് ബസ് മേഖല. അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നതിന് ഔചിത്യം എന്താണെന്ന് അറിയില്ല. ആ ഉത്തരവ് പിൻവലിക്കണമെന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിമാൻഡ്. കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കണ്ണൂർ ജില്ലയിൽ വാഹന പ്രചരണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ തലശ്ശേരി അസോസിയേഷൻ പ്രസിഡന്റ് കെ വേലായുധൻ, ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ, ട്രഷറർ കെ പ്രേമാനന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജിനചന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ ടി പി പ്രേമനാഥൻ, കെ ദയാനന്ദൻ, ജോയിന്റ് സെക്രട്ടറിമാരായ എൻ പി വിജയൻ, എം കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ജനറൽ ബോഡി യോഗവും ഇതോടനുബന്ധിച്ച് അസോസിയേഷൻ ഓഫീസിൽ നടന്നു. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചൂഷണം തടയാൻ സർക്കാർ തലത്തിൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ. ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖല ഒരു സേവന മേഖലയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പൊതുമേഖലയിലുള്ള സർക്കാരിൻ്റെ ആശുപത്രികളെ എല്ലാ ജനങ്ങളും അതിനെ സമീപിക്കുന്നുണ്ട്. പക്ഷേ കുറേ കൂടി സൗകര്യപ്രദം, ചിലപ്പോൾ കുറച്ചുകൂടി ഫലപ്രദം എന്നുള്ള നിലയിൽ കൂടി ഇൻഷുറൻസ് മേഖലയുടെ പരിരക്ഷ കൂടി ചില ആശുപത്രിയിൽ വരുന്ന പശ്ചാത്തലത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധാരണക്കാർ പോലും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ആ സാഹചര്യത്തെ മുതലെടുക്കുന്ന വിധത്തിലാണ് പല സ്വകാര്യ ആശുപത്രികളും മാനേജ്മെൻറ്റും ശ്രമിക്കുന്നത്. ഇത് സേവനത്തിനപ്പുറത്തേക്ക് ലാഭം കൊയ്യാനുള്ള ഒരു വ്യവസായം പോലെ കണക്കാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് കമ്പനികളും കണ്ണൂരിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. OP ചീട്ടുകൾ നൽകുന്നത് മുതൽ രോഗനിർണയം, ചികിത്സ തുടങ്ങിയവയൊക്കെ വ്യത്യസ്ത വിലകളാണ് ഓരോ സ്വകാര്യ ആശുപത്രികളും ഈടാക്കുന്നത്. ഇത് നിർത്തലാക്കി ആശുപത്രികളുടെ കാറ്റഗറി തിരിച്ച് ചികിത്സാ ഫീസുകൾ ഈടാക്കണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയ അക്രമങ്ങൾ നാട്ടിൽ എവിടെയുണ്ടായാലും അതിനെ അപലപിക്കുന്ന പാർട്ടിയാണ് CPIM എന്നും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് തങ്ങളെന്നും സന്തോഷ് കുമാർ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. അപ്പോൾ അതിനെതിരെയുള്ള വലിയൊരു ക്യാമ്പയിനിലേക്ക് പോകണം എന്നാണ് പാർട്ടി ചർച്ച ചെയ്തത്. അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ആ പ്രമേയം അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് സർക്കാർ മറ്റു കാര്യങ്ങൾ ആലോചിക്കും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഏറെ പ്രതീക്ഷയോടെയാണ് സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. കനത്ത മഴയിൽ വീടുകളുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നു. കൂത്തുപറമ്പ് നൂഞ്ഞമ്പായി TK മഹലിൽ ഖമറുന്നിസ, ഷസ്ല മഹലിൽ നബീസു എന്നിവരുടെ വീടിനോട് ചേർന്നുള്ള വലിയ മതിലാണ് മഴയിൽ തകർന്നു വീണത്. കനത്ത മഴയിൽ വീടുകളുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നു. കൂത്തുപറമ്പ് നൂഞ്ഞമ്പായി TK മഹലിൽ ഖമറുന്നിസ, ഷസ്ല മഹലിൽ നബീസു എന്നിവരുടെ വീടിനോട് ചേർന്നുള്ള വലിയ മതിലാണ് മഴയിൽ തകർന്നു വീണത്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് ഖമറുന്നിസയുടെ വീട് അപകടാവസ്ഥയിലാണ്. കൂത്തുപറമ്പ് നഗരസഭ, വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics,
സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തയിലേക്ക്. മാഹി ടൗണിലെ സംയുക്ത ചുമട്ടുതൊഴിലാളി സംഘത്തിന്റെ സെക്രട്ടറിയും CITU നേതാവുമായ NP മഹേഷ് ബാബുവിന്റെ 1ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. തൊഴിലാളികളുടെ മക്കളിൽ SSLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മാഹി പുത്തലം ചെറുക്കല്ലായി രക്തസാക്ഷി മന്ദിരത്തിലാണ് പരിപാടി നടന്നത്. CITU നേതാവായിരുന്ന NP മഹേഷ് ബാബുവിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. ഇതോടൊപ്പം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ മക്കൾക്കുള്ള അനുമോദനവും നടത്തി. മാഹി പുത്തലം ചെറുകല്ലായി രക്തസാക്ഷി മന്ദിരത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു.
പോണ്ടിച്ചേരി പിന്നെ പോണ്ട കാര്യമില്ല, അമേരിക്കയിലും റഷ്യയിലും പോണ്ട കാര്യമില്ല. പോണ്ട കാര്യമില്ല എന്ന് പറഞ്ഞില്ല, അതിനകത്ത് വേറെ പ്രശ്നം എന്താ? പിന്നെ മറ്റു സംസ്ഥാനത്തും വിദേശ രാജ്യത്തും കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരും പഠിക്കാൻ വേണ്ടി. ലോക നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കിട്ടുന്നെന്ന് പറഞ്ഞാൽ മറ്റു രാജ്യത്തും പഠനം നടത്താൻ വേണ്ടി കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരും. ആ നിലയിൽ കേരളം വലിയ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ എല്ലാം ഗുണകരമായ വശങ്ങൾ നമ്മുടെ മാഹിയിലെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യം തന്നെ. വി ജയബാലു അധ്യക്ഷനായി. ഹാരിസ് പരന്തിരാട്ട്, കെ പി നൌഷാദ്, പി പി മനോജ് കുമാർ, യു ടി സതീശൻ എന്നിവർ സംസാരിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാഹി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മാഹി മേഖലയിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മാഹി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. Sardar Vallabhbhai Patel. As all of you know, Sardar Vallabhbhai Patel played a huge role in integrating India. He is considered the Iron Man of India. As the students are here, you know how many seats are in Parliament, number of Lok Sabha. So there is a relationship between number of seats in Parliament and number of princely states in India. India was not a one single unit when we got the independence. It was, now we have some 36 around some 28 plus states and 9 union territories. But it was not the case when we got the independence. It used to be small princely states. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ മാഹി മേഖലയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പോലീസ് സേനാംഗങ്ങളുടെ മക്കളെയും ആദരിച്ചു. അടുത്തതായി ഹൈസ്കൂൾ തലത്തിൽ സെക്കൻഡ് പ്രൈസ് goes to Martin, third prize goes to Ishika Ranjit, first prize, second prize, third prize goes to Varada. മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മാഹി പോലീസ് നടത്തിയ പ്രബന്ധ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ അധ്യക്ഷനായി. ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ എം തനൂജ മുഖ്യപ്രഭാഷണം നടത്തി. മാഹി SI CV അനിൽകുമാർ ആശംസാ പ്രസംഗം നടത്തി. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ സ്വാഗതവും മാഹി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ പി പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. അടുത്ത ബയോളജി സയൻസിലെ സ്റ്റേറ്റ് സിലബസിലെ അസ്രത് M. അടുത്തതായി വിശാൽ S. പാനൂർ നഗരസഭ 2024-2025 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള പുതുശ്ശേരി വാർഡിലെ വിവിധ റോഡുകൾ നാടിന് സമർപ്പിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. കരിയാട് പുളിയുള്ളതിൽ പിടിക കരുവാലക്കണ്ടിമുക്ക് റോഡിന്റെയും എടക്കണ്ടിമുക്ക് പുതുശ്ശേരിമുക്ക് റോഡിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഏറ്റവും നന്നായി ഇടപെടാനോ കാര്യങ്ങൾ വാർഡിലേക്ക് കൊണ്ടുവരാനോ അത് പൂർത്തീകരിക്കുന്നതുവരെ അതിനുവേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറാണ് അൻവർ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 2 റോഡുകൾ ഈ വാർഡിൽ പൂർത്തീകരിക്കുന്നത്. വാർഡ് കൗൺസിലർ അൻവർ കക്കാട് അധ്യക്ഷനായി. പാനൂർ നഗരസഭ കൗൺസിലർമാരായ NA കരീം, ആവോലം ബഷീർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. മമ്മു പാലയാട്ട്, വി ഹമീദ്, TK ബഷീർ, കക്കാട് മൊയ്തു, കക്കാട് അസീസ്, TP ബിന്ദു, EK ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. MTK സുലൈഖ സ്വാഗതവും PP മുസ്തഫ മാസ്റ്റർ നന്ദിയും പറഞ്ഞു.
വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും സംഗമമായി മാറിയ പെരിങ്ങത്തൂർ മക്കാം സിയാറത്ത് ഉറൂസ് ചടങ്ങുകൾക്ക് അന്നദാനത്തോടെ സമാപനം. 10,000-ലേറെ പേർക്കുള്ള അന്നദാനമാണ് സമാപന ചടങ്ങിനോടനുബന്ധിച്ച് നടന്നത്. പെരിങ്ങത്തൂർ ജുമാഅത്ത് പള്ളി മഹല്ല് ജമാഅത്ത് അംഗത്തിൽ ചേർന്ന അഷീഖ് അലിയുൽ കുഫി തങ്ങളുടെ 2025-ലെ ഉറൂസ് മുബാറക് വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും ഒത്തുചേരലായി മാറി. സുബഹി നമസ്കാരത്തിന് ശേഷം TK ഉമർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന മകാം സിയാറത്തോടെയാണ് ഉറൂസ് ചടങ്ങുകൾക്ക് തിരശ്ശീല വീണത്. സമാപനത്തിന്റെ ഭാഗമായി അന്നദാന വിതരണവും നടന്നു. അന്നദാന വിതരണ ചടങ്ങ് KK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങത്തൂരും പരിസര പ്രദേശങ്ങളിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിച്ച മഹാനായ ഷെയ്ഖ് അലിൽ കുഫി റളിയല്ലാഹു തങ്ങൾ അവർകളുടെ ഉറൂസ് മുബാറക്ക് ജൂലൈ 14 മുതൽ 19 വരെ ആണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നന്മകൾ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഓരോ വർഷവും ഉറൂസ് മുബാറക്ക് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകരും സൂഫി വര്യന്മാരും ഇവിടെ എത്തിച്ചേരുകയും വിവിധ പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ ചടങ്ങുകൾക്കും നേതൃത്വം നൽകിയിരുന്നു. ബുധനാഴ്ച നടന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. ഇന്ന് ശനിയാഴ്ച നടക്കുന്ന അന്നദാനത്തോടുകൂടിയാണ് ഈ വർഷത്തെ ഉറൂസ് പരിപാടി അവസാനിക്കുന്നത്. ഏകദേശം 50,000-ഓളം ആളുകൾക്ക് ആഹരിക്കാവുന്ന ഭക്ഷണമാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. ഏകദേശം 10,000-ലേറെ കുടുംബങ്ങളിലേക്ക് ഈ ഭക്ഷണം എത്തുകയാണ്. ഭക്ഷണം വിതരണം ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മുടെ നാടുകളൊക്കെ എത്തട്ടെ എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ഇതിലൂടെ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വർഷത്തെ ഉറൂസിനോട് അനുബന്ധിച്ച് ഞങ്ങൾ ചെയ്ത മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു ബോധവൽക്കരണ ക്ലാസും കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെയും പ്രവാസികളുടെയും നല്ല സഹകരണം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചത്. വരും വർഷങ്ങളിലും ഇതിനേക്കാളും ഭംഗിയായി ഉറൂസ് നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പടിക്കലക്കാട്ടിൽ PK അബൂക്കർ ഹാജി ആദ്യ ഭക്ഷണപ്പൊതി ഏറ്റുവാങ്ങി. ആയിരക്കണക്കിന് ആളുകൾ അന്നദാനത്തിൽ പങ്കാളികളായി. മഹല്ല് നിവാസികൾക്കും വിവിധ പള്ളികളിലെ അംഗങ്ങൾക്കുമായി നേരത്തെ ഇതിനായി കാർഡുകൾ നൽകിയിരുന്നു. നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരും പങ്കെടുത്ത സദസ്സുകൾ പെരിങ്ങത്തൂർ പള്ളിയങ്കണത്തെ വിശ്വാസനിർഭരമാക്കി. മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് മുസ്തഫ നെല്ലിക്ക, സിദ്ദിഖ് കൂടത്തിൽ, കാസിം ഹന, അസീസ് കുന്നോത്ത്, നജീബ് നെല്ലിക്ക, കൂടത്തിൽ കുഞ്ഞബ്ദുള്ള, മഹമ്മൂദ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ന്യൂമാഹി വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. ഈയത്തുങ്കാട് ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിലാണ് സമ്മേളനം നടന്നത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ലഹരിക്കുമെതിരെ അണിനിരക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ന്യൂമാഹി വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം വി സതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളെ ന്യായവില കൊടുത്ത് സംഭരിക്കുക, സംഭരിച്ച ഉൽപ്പന്നങ്ങൾ പൊതുവിതരണ സമ്പ്രദായം വ്യാപകമായി നടപ്പിലാക്കി ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തും സമയത്തും ന്യായവിലക്ക് ലഭ്യമാക്കുക. വലിയ ഉത്തരവാദിത്തമല്ലേ അത്? അത് നമുക്ക് ഭംഗിയായിട്ട് നടന്നിരുന്നുണ്ടോ നമ്മുടെ രാജ്യം? ഇല്ല. അതിന്റെ ഫലം എന്താ ഉണ്ടാവുക? വിലക്കയറ്റാ ഉണ്ടാവുക, അല്ലേ?
കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വില കിട്ടുകയും ചെയ്യില്ല, ഇടത്തട്ടുകാര് ഇതിന്റെ വില കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഇടപെടുക എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി വർഗത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ മേഖലയിൽ ഇടപെടുന്നില്ല. എന്നാൽ ആ ചുമതല നിറവേറ്റുന്നതിന് പകരം യഥാർത്ഥ കർഷകരെ ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നയമാണ് നമ്മുടെ കർഷക സമരത്തിന്റെ ആധാരമായിട്ടുള്ള കർഷക നിയമങ്ങൾ പുതിയത് കൊണ്ടുവന്നത് നമുക്കറിയാം. അതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. കെ സുനിത, കെ ഷീബ, കെ ഷർമിള എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. എം കെ ലത രക്തസാക്ഷി പ്രമേയവും കെ ഷർമിള അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വില്ലേജ് സെക്രട്ടറി സി കെ റീജ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി ഏരിയ സെക്രട്ടറി എ കെ ശോഭ, പി ശ്രീജ, സി വി അജിത, കെ ഷാജിദ, കെ കെ സുബീഷ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി കെ സുനിതയെ പ്രസിഡന്റായും, പി കെ സുവിന്ദ, എ കെ ലീന എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, സി കെ റീജയെ സെക്രട്ടറിയായും, വി ശ്രീജ, കെ ഷീബ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, കെ ഷർമിളയെ ട്രഷററായും തെരഞ്ഞെടുത്തു. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. ധർമ്മടം ലയൺസ് ക്ലബ്, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്, NCC യൂണിറ്റ്, NSS യൂണിറ്റ്, ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. 50ഓളം വിദ്യാർത്ഥികൾ രക്തദാനം നടത്തി. NCC യൂണിറ്റ്, NSS യൂണിറ്റ്, ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാനം സംഘടിപ്പിച്ചു. 50ഓളം വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു. ധർമ്മടം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അന്നമ്മ കുര്യൻ അധ്യക്ഷനായി. ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജെ ബാസന്തി, താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമ്പിളി, ബ്ലഡ് ബാങ്ക് കൗൺസിലർ ശ്വേത ശിവരാം, ലയൺസ് ഡിസ്ട്രിക്ട് ലിയോ കോർഡിനേറ്റർ PP സുദേശ്, CM ഷീജ, TM ദിലീപ് കുമാർ, T അനുശ്രീ, V ദേവിക എന്നിവർ സംസാരിച്ചു.
പിണറായി സി മാധവൻ സ്മാരക വായനശാല വയോജനവേദിയുടെ നാട്ടുവർത്തമാനം പരിപാടിയിൽ ദന്തപരിരക്ഷയെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ കാവ്യ രമിത് ക്ലാസ് എടുത്തു. പിണറായി സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചയും സംഘടിപ്പിക്കുന്ന നാട്ടുവർത്തമാനത്തിൽ ഈ ആഴ്ച ഡോക്ടർ കാവ്യ രമിത് ദന്തസംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഒന്നുകിൽ ആടപ്പിക്കുക, ഡോക്ടറെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എടുത്ത് കളയുക. അത് അങ്ങനെ വെച്ചിരിക്കേണ്ട കാര്യമില്ല. നാളെ ആട്ടെ വെച്ചിരിക്കും നമ്മൾ. അങ്ങനെ വെച്ചിരിക്കാതെ ചെറിയ എന്തെങ്കിലും പൊട്ടിയ പല്ലുണ്ടെങ്കിൽ നാക്കിലോ മോണയിലോ അത് മുറിവുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എപ്പം തന്നെ എടുത്ത് കളയണം. പിന്നെ വെപ്പ് പല്ലുകൾ, എടുത്തു മാറ്റുന്ന പല്ലുകളും ഉറപ്പിച്ചു വെക്കുന്ന പല്ലുകളും നമുക്കിപ്പോൾ ഉണ്ട്. തുടർന്ന് ഡോക്ടറും വയോജനങ്ങളും ഗാനങ്ങൾ ആലപിച്ചു. ഇ രാജൻ, കെ സനൽകുമാർ, അഡ്വക്കേറ്റ് വി പ്രദീപൻ, കെ പി രാമകൃഷ്ണ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ വളയം UP സ്കൂളിനെ പള്ളിക്കൂടം TVയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വളയം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. നാദാപുരം AO CH സനൂപ് മുഖ്യാതിഥിയായി. വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്ന വിദ്യാലയങ്ങൾക്ക് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഈ കോഴിക്കോട് ജില്ലയിലെ 100 കണക്കായിട്ടുള്ള വിദ്യാലയങ്ങളോട് മത്സരിച്ചാണ് നമ്മുടെ ഈ സ്കൂൾ, വളയം UP സ്കൂൾ, ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടം ഇന്ന് കൈവരിച്ചത്. അപ്പൊ നമ്മുടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പാഠ്യരംഗത്തും അതുപോലെ തന്നെ പാഠ്യേതര രംഗത്തും എല്ലാം ഏറ്റവും ശ്രദ്ധാപൂർവം ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളുകൾ. PTA പ്രസിഡന്റ് EK സുനിൽ അധ്യക്ഷനായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CH സനൂപ് മുഖ്യാതിഥിയായി. നീറ്റ് പരീക്ഷാ വിജയികളായ സാന്ത്വൻ സജീവ്, ശ്രീനന്ദ SJ എന്നിവർക്കുള്ള അവാർഡ് ദാനം പള്ളിക്കൂടം ചീഫ് എഡിറ്റർ സുഗതൻ നിർവഹിച്ചു. നിമേഷ് പള്ളിക്കൂടം, IV സജിത്ത്, C ലിജിന എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക VK അനില സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രദീപ് കുമാർ പള്ളിത്തറ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ PP ദിവ്യ ഹൈക്കോടതിയിലേക്ക്. തനിക്കെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സമരം വിദ്യാർത്ഥികളുടെ നിരക്ക് വർധനവടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച്. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചൂഷണം തടയാൻ സർക്കാർ തലത്തിൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ. ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സന്തോഷ് കുമാർ. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.